ഇനി ആലപ്പുഴയിലേക്ക് പോവുകയാണ്. അവിടെ ചേർത്തലയിലെ തിരോധാന കേസുകളിൽ പ്രതി സെബാസ്റ്റ്യനുമായി ഇന്നും തെളിവെടുപ്പ് തുടരും. പള്ളിപ്പുറത്തുള്ള സെബാസ്റ്റ്യന്റെ വീട്ടിലാണ് ഇന്നത്തെ തെളിവെടുപ്പ്. കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ സ്ഥലമാണ് പള്ളിപ്പുറത്ത് വീട്. വീടിന് സമീപത്ത് നിന്നാണ് കഴിഞ്ഞ ദിവസം അസ്ഥികൂടാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കൂടുതൽ ശരീരാവശിഷ്ടങ്ങൾ വീടിന് സമീപത്തുണ്ടാകുമോ എന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. ഷൈജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷൈജു, ഈ തിരോധാന കേസുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ വിവരങ്ങളും അതിലേറെ ട്വിസ്റ്റുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. സെബാസ്റ്റ്യൻ ഒരു സീരിയൽ കില്ലർ ആണോ എന്നുള്ളൊരു സംശയം പോലും പോലീസിനുണ്ട്. എന്തായാലും ഇന്നത്തെ പരിശോധനയടക്കം തെളിവെടുപ്പടക്കം വളരെ നിർണായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ അസ്ഥികൂടങ്ങൾ കണ്ടെത്താൻ കഴിയുമോ, അപ്പോൾ മറ്റ് തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ ഒരു പക്ഷേ കേസ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് പോകാനുള്ളൊരു സാധ്യതയുമുണ്ടല്ലേ? അതായത് ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട അന്വേഷണം പലതരത്തിൽ പല ദിവസങ്ങളിൽ വിവിധ തരത്തിലുള്ള ട്വിസ്റ്റുകളിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഏറ്റുമാനൂരിലെ ജൈനമ്മ തിരോധാന കേസ് അന്വേഷിച്ച് എത്തി മുന്നോട്ട് പോകുമ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വിവിധ തിരോധാന കേസുകൾ വരുന്നു. അതിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടോ എന്ന് സംബന്ധിച്ച പ്രധാനപ്പെട്ട അന്വേഷണത്തിലേക്കാണ്. അതിൽ ബിന്ദുവുണ്ട്, അതോടൊപ്പം തന്നെ ഐഷ എന്ന മറ്റൊരു സ്ത്രീയുണ്ട്, ഈ ജൈനമ്മയുണ്ട്, മറ്റൊരു സിന്ധു ഉണ്ട് എന്നും കേൾക്കുന്നു. അങ്ങനെ മൂന്നിലധികം ആളുകളുമാണ് തിരോധാന കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന്റെ പങ്ക് അതെത്രമാത്രമുണ്ട് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുള്ള സെബാസ്റ്റ്യനെ വിശദമായി കോട്ടയം കേന്ദ്രീകരിച്ച് ചോദ്യം ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കുക എന്ന ഒരു ശ്രമകരമായ ദൌത്യമുണ്ട്. കാരണം ഈ സെബാസ്റ്റ്യൻ അന്വേഷണവുമായി കാര്യമായി സഹകരിക്കാത്തതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ ഈ ചോദ്യം ചെയ്യലിനെ തുടർന്ന് ഇന്ന് വീണ്ടും തെളിവെടുപ്പിന് ചേർത്തലയിലെ പള്ളിപ്പുറത്ത് ഈ 2.5 ഏക്കർ സ്ഥലത്ത് എത്തിക്കും എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ രാവിലെ എത്തിച്ചാൽ വീട് തുറന്ന് പരിശോധിക്കണം. ഈ 2.5 ഏക്കർ സ്ഥലം വിശദമായ പരിശോധനയിലേക്ക് പോകണം. അതുകൊണ്ട് ഈ 2.5 ഏക്കർ സ്ഥലം ഉള്ളതുകൊണ്ട് പെട്രോനെറ്റ് റഡാർ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്കാണ്. കാരണം കൂടുതൽ ഭാഗങ്ങളിലേക്ക് അസ്ഥികൂടം കുഴിച്ചിട്ടുണ്ടോ എന്ന ഒരു പരിശോധനയാണ് ഈ യന്ത്രം ഉപയോഗിച്ച് നടത്തുക. അതോടൊപ്പം തന്നെ ഈ അടുത്ത കാലത്ത് ഈ വീടിനകത്ത് ഗ്രാനൈറ്റ് മൂടി ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. ഇതിന് താഴെയും ഏതെങ്കിലും തരത്തിൽ ഈ അസ്ഥികൂടങ്ങൾ ഉണ്ടോ എന്ന ഒരു സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് വിശദമായ തെളിവെടുപ്പും അതോടൊപ്പമുള്ള അന്വേഷണത്തിലേക്കുമാണ് ഇപ്പോൾ സംഘം കടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു സീരിയൽ കില്ലിംഗ് പ്രക്രിയയാണോ സെബാസ്റ്റ്യൻ നടത്തിയിട്ടുള്ളത്, അത് എന്തുമാത്രമുണ്ട്, അത് ആരൊക്കെയാണ് എന്ന് സംബന്ധിച്ച ഏറ്റവും നിർണായകമായ ചില തെളിവുകളിലെ തേടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇന്ന് ഈ തെളിവെടുപ്പ് നടക്കും. അടുത്ത ദിവസം ബുധനാഴ്ചയോടുകൂടി ഈ തിരോധാന കേസിൽപ്പെട്ടവരുടെ DNA പരിശോധനാ ഫലം ലഭിക്കും എന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിർണായകമായ ചില കണ്ടെത്തലുകളിലേക്ക് കടക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ ഇത് അന്വേഷിക്കുന്ന സംഘം കരുതുന്നത്. ജിൽസി.